ശ്രീ പ്രഭാവർമ്മയുടെ കവിത കൊടിയിറക്കം. ശബ്ദം ബാബു മണ്ടൂർ. കൊടിയേറിയാലാറാട്ടിൻ്റെ നാൾ വരേക്കകം പുകയും വിധം നീറി നിൽക്കുമായിരുന്നോരോ നിമിഷത്തിലും ശാന്തിക്കാരൻ. ആ ഇടവേളയ്ക്കിടയിൽ അമംഗളം വല്ലതുമുണ്ടായാലോ, ഭദ്രമല്ലാതെ ശിവങ്കരമല്ലാതെ കൊടികയറ്റ പിന്നാലെ ഏതൊന്നു സംഭവിക്കിലും കൊടിയേറ്റിയ ശാന്തിക്കാരനായിടും പഴിതൻ പാറ്റിത്തുപ്പലേൽക്കാതെ നോക്കേണ്ടയോ. തിരുവുത്സവക്കൊടി കാറ്റത്തു കുരുങ്ങായിവാൻ, കൊടിത്തുമ്പിടം വെട്ടു തെക്കോട്ടു ചാഞ്ഞിടായിവാൻ, ധ്വജത്തിൻ നിഴൽ കൊടിനിഴലിൽ പതിക്കായിവാൻ, മൃതപുഷ്പങ്ങൾ പുഷ്പാഞ്ജലിയിൽ പെട്ടിടായിവാൻ, എഴുന്നള്ളത്തിൽ കൊമ്പനിടഞ്ഞിടായിവാൻ, മന്ത്രജപങ്ങൾ അപശബ്ദക്കറയാൽ ദുഷിക്കായിവാൻ, തിടപ്പള്ളിയിൽ നേദ്യം കരിഞ്ഞിടായിവാൻ, ശുദ്ധമശുദ്ധങ്ങളെ തൊട്ട് കളങ്കപ്പെട്ടിടായിവാൻ, ഉരുകിത്തിളയ്ക്കുന്ന പാതുകമാക്കി ജ്വലിക്കും തീവ്രാകുല ഗ്രീഷ്മ മധ്യാഹ്നാഗ്നിയിൽ പല താളവട്ടങ്ങളെടുക്കെ തോളിൽ നിന്നു ചരിഞ്ഞാകിലും ദേവജീവിതയടരായിവാൻ, നിത്യമൊന്നാമുത്സവം തൊട്ട് 10 നാളിലും സമസ്തം മറന്നുപാസനയിൽ ജപധ്യാന മനനങ്ങളിൽ സദാലീനനായി സർവം വെടിഞ്ഞണുമാത്രകൾ ജപമാലയാക്കിയോനല്ലോ. എത്രമേലാശ്വാസമായിരുന്ന മുഖത്തെന്നോ ഉത്സവമോരോ നാളും ചെൽകെ 6 നാളിനി 5 നാൾ വെറും 3 നാൾ എന്നീ മട്ടിൽ അകമേ പിരിമുറുക്കൊടിയിറങ്ങുമ്പോൾ സൗവർണ മുദ്രാങ്കിതമായ തൃക്കൊടി താഴത്തിറങ്ങും വരേക്കെല്ലായിടവും വരാഭയത്തിരുനേത്രങ്ങൾ വന്നു പതിയാൻ, എല്ലാം പുരാൻ വരമംഗളോദാരഭദ്രമായി പുലർത്തിയിടാൻ. ഒടുവിൽ 10ാം ഉത്സവത്തിലെത്തുമ്പോൾ മഹോത്സവമാറാട്ടിൻ ശുദ്ധിയാചരിച്ചിറങ്ങുമ്പോൾ തങ്ങളിൽ ദേവസഹോദരികൾ മനം ചേർത്തു വിട ചൊല്ലുമ്പോൾ, ശിവമുയിരിൽ പരക്കുമ്പോൾ, എത്രയും വിശ്രാന്തിയിൽ പുൽത്തടുക്കിലായൊന്നു വെറ്റില മുറുക്കിത്താണിരുന്ന് ചങ്ങാത്തത്തിൻ വെടിവട്ടത്തിൽ പൊട്ടിച്ചിരിയും കളിമ്പവും പകുത്തു നന്നായി രസിച്ചിരുന്നു ശാന്തിക്കാരൻ. മുറുക്കിത്തുപ്പി മുറ്റപ്പുൽപ്പടർപ്പിലേക്കതു മുഴുക്കെ ചോപ്പായി, ഒട്ടുകിണ്ടിയിൽ നിന്നും വെള്ളം തുടരെ കവിൾ കൊണ്ടു കുലുക്കിത്തുപ്പി, ചോപ്പു ചെറുതായി പോലും നേർത്തിയിലെത്രയാവർത്തിച്ചിട്ടും മെല്ലെ നേർത്തിടും ശ്വാസധാരയിൽ പതുക്കനെ പറഞ്ഞു, കഴിഞ്ഞു ക്ഷേത്രോത്സവം അപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നിതെന്റെ ഉൾനാലമ്പലധ്വജത്തിൽ അന്ത്യോത്സവത്തിൻ തിരുക്കൊടിയേറ്റം. ഉടലും ക്ഷേത്രം തന്നെയെന്നുണ്ടു പണ്ടേ, ഉടൽക്കകമേ പ്രതിഷ്ഠിതമുയരെന്നുമുണ്ടല്ലോ. തുടർന്നു വിധി പോലെ പൂജകളെന്നാകിലും ഒടുക്കമൊരു പുനഃപ്രതിഷ്ഠ നടക്കേണ്ടേ. അകമേ 6ാം ഉത്സവം കഴിഞ്ഞിരിക്കുന്നു, തുടർന്നുണ്ടാവാം 7ഉം 8ഉം ഉത്സവം, അമ്മട്ടണയാറാവും പള്ളിവേട്ട ആറാട്ടും. നാളുകൾ കഴികെ
എന്നുള്ളിൽ എന്താശ്വാസമറിഞ്ഞായോ? ഉയരെ പറക്കുന്ന കൊടി താണിടുന്നുവോ? അകമേ പതിഞ്ഞ മട്ടാകുന്നു വാദ്യം. കൊടിച്ചരടങ്ങഴിയുന്നതെങ്ങനെ? അതേ കണക്കഴിയുന്നുയിരിന്റെ ഉൾപ്പിരിവനായാസം. 1000 നിശ്വാസങ്ങളായിരം ശ്വാസങ്ങളുമാണിനി അവശേഷിക്കുന്നതെന്നറിഞ്ഞാകിൽ ആയതു തൊട്ടല്ലയോ നമുക്കാഘോഷം. മ്ലാന മാനസരായിത്തീരുവാൻ സമയം നമുക്കുണ്ടോ? മരണം അത്യാസന്നമാകയാൽ ഇനിയില്ല സഹനീയമല്ലാത്ത ദീർഘയാതനയ്ക്കുള്ള സമയം. ഏതുൽക്കട ദുഃഖവും കുമിള പോൽ പുലർന്നു പൊട്ടിപ്പോവാം ആനന്ദമല്ലീയതും. നിശ്ചിതമല്ലൊന്നുമെന്നുള്ളതാം അനിശ്ചിത ഗർത്തമാം ചുഴിക്കുള്ളിൽ പെട്ടുഴലേണ്ട. സർവം നിശ്ചിതം മുന്നേ തന്നെ എന്ന നേരിനെ പോലെ തണലാകുവാൻ കുളിരേകുവാൻ മറ്റെന്തുണ്ടാം? നടക്കാനില്ല ലക്ഷ്യത്തിങ്കലേക്കതിദൂരം, പറക്കാനില്ല നീടത്തിങ്കലേക്കതിനേരം. അറിവല്ലിതാശ്വാസമാണെന്ന നേരിൻ തെളി പടരും നേരം നമുക്കൊക്കെയും മഹോത്സവം. തിരിതാഴുന്നു നിലവിളക്കിൽ നാരായണ ജപമാഴുന്നു മനസ്സരസിൽ. ആറാട്ടിന്റെ ദിനമാകുമ്പോൾ മാത്രമണയുമാശ്വാസ നിശ്വസിതം കലർന്നന്ത്യധാരയും നിലയ്ക്കുന്നു. ആശ്വാസ നിശ്വസിതം കലർന്നന്ത്യധാരയും നിലയ്ക്കുന്നു.